നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് പന്തക്കൽ ഐഡിയൽ വുമൺസ് ഹോസ്റ്റലിന് മുന്നിലാണ്. വീട് വിട്ടാൽ മറ്റൊരു വീട് പോലെ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് വിവിധ കോഴ്സുകൾക്കായി മാഹിയിൽ എത്തിച്ചേർന്നിട്ടുള്ള പോണ്ടിച്ചേരി സംസ്ഥാനത്തെയും മറ്റു ദേശത്തെയും പെൺകുട്ടികൾക്ക്, അതുപോലെ തൊഴിൽ നേടി ഈ ദേശത്തെത്തിയിട്ടുള്ള പെൺകുട്ടികൾക്ക് സ്വന്തം വീട് പോലെ ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാണ് ഐഡിയൽ വുമൺസ് ഹോസ്റ്റൽ. ഐഡിയൽ വുമൺസ് ഹോസ്റ്റലിന്റെ ഉടമസ്ഥനും ഇതിന്റെ മാനേജർ കൂടിയായ ശ്രീ പുരുഷോത്തമൻ അവരെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം. അപ്പൊ എങ്ങനെയാണ് ഹോസ്റ്റൽ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അത് ആൾക്കാരെ അറിയിക്കാനും നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പൊ വളരെ വേറിട്ട ഒരു സ്ഥാപനമാണ് നിങ്ങൾ മാഹിയുടെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇല്ല. ഇവിടെ എന്തെല്ലാം സംവിധാനങ്ങളാണ് താമസത്തിന് വരുന്ന വനിതകൾക്കായി നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? അത് മറ്റുള്ള ഹോസ്റ്റലിനെ നിന്നും വേറിട്ട് എല്ലാ ഫെസിലിറ്റി നമ്മൾ ഈ ഹോസ്റ്റലിൽ കൊടുക്കുന്നു. ഇതിപ്പോ 6 പേർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു റൂമാണ്. അത് എല്ലാവർക്കും, ഓരോ വ്യക്തിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയുള്ള ഷെൽഫുണ്ട്, കോമൺ ആയിട്ട് അലമാരയുണ്ട്, എല്ലാ ബെഡുകളും വരുന്ന ഒരു പില്ലോ മാത്രം ഉപയോഗിച്ചാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോ 6 പേർക്ക് അക്കൗണ്ട് ചെയ്യുന്ന റൂമാണിത്. കൂടാതെ ഇതില് വ്യത്യസ്തമായ വ്യത്യസ്തമായിട്ട് 4 പേർക്കുള്ള റൂംസ് ഉണ്ട്, 8 പേർക്കുള്ള റൂംസ് ഉണ്ട്, ഹാളായിട്ടുള്ളതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങള് എല്ലാം പിന്നെ പെൺകുട്ടികൾക്കായിട്ട് അല്ലെ വനിതകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുള്ള ഒരു താമസ സ്ഥലമാണ്. വനിതകൾക്കായിട്ട് എല്ലാ സംവിധാനങ്ങളും എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ്. ഭക്ഷണം എല്ലാം കൊടുക്കും. ഭക്ഷണം എല്ലാം കൊടുക്കും. നമ്മളൊരു ഹോംലി ഫുഡ് ആ അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 8 ക്യാമറാസ് അറൌണ്ട് ചെയ്ത് 8 ക്യാമറാസ് വെച്ചിട്ടുണ്ട്. സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ 8 ക്യാമറകൾ വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാ ലൈസൻസ്, മുനിസിപ്പൽ ലൈസൻസ്, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ, പോലീസ്, ഫയർഫോഴ്സ് എല്ലാവരുടെയും ക്ലിയറൻസ്. അപ്പോ അതായത് ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാം സർക്കാർ അംഗീകാരം വാങ്ങിയിട്ടാണ് ഇത് നമ്മൾ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് നടത്തുന്നത് അല്ലെ? എല്ലാ സംവിധാനവും നമ്മൾ ഗവൺമെന്റ് അപ്രൂവൽ തന്നെ പറയാം. ആ ഒരു സംവിധാനത്തിലാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഉച്ചക്ക് ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തിലുള്ള ലഞ്ച് രാവിലെ കൊണ്ടുപോകാം, ഈവനിങ് സ്നാക്സ്, നൈറ്റ് ഫുഡ്. ഇവിടുന്ന് ഫുഡ് അത് നമുക്ക് ഫുഡ് മെനു ഉണ്ട്. അനുസരിച്ച് നമ്മൾ ഈ ഹോസ്റ്റലില് ഇപ്പോ കുട്ടികൾക്ക് ടോയ്ലറ്റ് സൗകര്യം എങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്? ടോയ്ലറ്റ് സൗകര്യം നല്ല നീറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ നമുക്ക് കാണാം. ശരി ശരി. ഇപ്പൊ ബാത്റൂമും ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ വളരെ വൃത്തിയും വെടുപ്പുണ്ട്. പുറത്ത് സെപ്പറേറ്റ് വേറെ സംവിധാനങ്ങളുണ്ടോ? വേറെ ഇന്ത്യൻ ക്ലോസറ്റ് ആയിട്ട് ഔട്ട്സൈഡ് ഉണ്ട്, പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്, മറ്റു സൗകര്യങ്ങളുണ്ട്. ഈ ഏരിയ നമ്മുടെ ലേഡീസ് ആയതുകൊണ്ട് നമ്മൾ അവരുടെ ഡ്രസ്സിംഗ് ആയിട്ട് അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് എല്ലാം വിറ്റിരിക്കണം. അവരുടെ ഡ്രസ്സിംഗും ആയിട്ട് ചെയ്യാവുന്ന സൗകര്യങ്ങൾ നമ്മൾ 2 സൈഡ് 2 ഇൻവെർട്ടർ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പവർ ഫെയിലിയർ ഉണ്ടായാലും ഇവർക്ക് കാര്യങ്ങളൊക്കെ ഇത് കൂടാണ്ട് പിന്നെ വേറെന്തൊക്കെയാണ് ഇവിടെ താമസിക്കുന്ന ഒരു ഇൻമേറ്റിന് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേറെ കൊടുത്ത് അവരുടെ ആഹ്ലാദത്തിന് വേണ്ടിട്ട്? അപ്പൊ സ്പെൻഡിങ് ടൈം, വേണ്ടിയാണെങ്കിൽ അവർക്ക് ഔട്ട് സൈഡിൽ ഇരുന്ന് ഞങ്ങളിപ്പോ ഒരു ബാഡ്മിന്റൺ ഇത് ഒക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാഡ്മിന്റൺ കോർട്ടായിട്ട് ഫ്രണ്ടിൽ അവർക്ക് ഇരിക്കാം. പിന്നെ കോമൺ ടി വി കാണാനുള്ള ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അത് നമ്മൾ പിന്നീട് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ചില ഇൻഡോർ ഗെയിംസിനുള്ള സാധ്യത പെൺകുട്ടികൾക്ക് ആരോഗ്യത്തിനുള്ള. അതെ, ഫ്രണ്ടിലാണെങ്കിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളെ ഈ സ്കീമിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഇനം എന്ന് പറയുന്നത് ഒരാൾക്ക് പിന്നെ ഒരു ദിവസത്തെ മുഴുവൻ സമയത്തെയും ഭക്ഷണം. അത് നിങ്ങളുടെ കിച്ചൺ ഒന്ന് കാണാനുള്ള സൗകര്യം. ഓക്കെ, ഹായ്. എന്താ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ട് വന്നായിരിക്കും എല്ലാരും? ഫോർ യു ആർ വെയിറ്റിംഗ് ഫോർ ഫുഡ്? ബ്രേക്ക്ഫാസ്റ്റ് നോട്ട്. ഇതാണ് നല്ല വിശാലമായ കിച്ചൺ ആണല്ലോ. ആ, ഇവിടെ ഇരുന്നിട്ട് തന്നെ കോമായിട്ട് കഴിക്കും ആൾക്കാരല്ലേ? ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് പിന്നെ ഏട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന പുരുഷോത്തമൻ സാറിനോടൊപ്പം
തോളോട് തോളോ ചേർന്ന് നിൽക്കുന്ന ഒരാളുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഉഷ മാം. ഉഷ മാം പ്ലീസ്. ഇവര് ഈ ഭാര്യയും ഭർത്താവുമാണ്. പിന്നെ സ്വന്തം മക്കളെ പോലെ ഇവിടെ വന്ന് താമസിക്കുന്ന പെൺകുട്ടികളെ പരിപാലിക്കുന്നത്. ഉഷ ടീച്ചറെ, ഈ വേറിട്ട സംരംഭത്തിന് നായകത്വം നൽകുന്ന വനിത നിങ്ങളാണല്ലോ. ഈ സ്ഥാപനത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും, കാഴ്ചപ്പാടുകൾ പറയും. വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സുരക്ഷിതമായ ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നത്. പിന്നെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും ഒരു ആശങ്ക ഉണ്ടായിരിക്കും. പക്ഷെ ആ ആശങ്ക ഒഴിവാക്കിക്കൊണ്ട് കുട്ടികളെ സുരക്ഷിതമായി ഞങ്ങൾ സംരക്ഷിക്കുകയും ഒപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ അവരുടെ കൂടുതലായിട്ടും അവർക്ക് ഇഷ്ടാനുസരിച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ രക്ഷിതാക്കളായിട്ട് നിങ്ങൾ ബന്ധം വെക്കുക? തീർച്ചയായിട്ടും രക്ഷിതാക്കളുടെ മുഴുവൻ രേഖകളും ഞങ്ങളിവിടെ. അല്ല, നിങ്ങള് ഇവിടെ ഈ ഹോസ്റ്റലില് പാലിക്കുന്ന സമയക്രമ നിയമം അങ്ങനെ എന്താ ഉണ്ടാവും? തീർച്ചയായിട്ടും എങ്ങനെയാ? അവര് കുട്ടികളുടെ പിന്നെ കുട്ടികളാണെങ്കിലും പിന്നെ വനിതകളാണെങ്കിലും ജോലി ചെയ്യുന്ന വനിതകളാണെങ്കിലും ശേഷം ഒരു 7 മണിക്കൂറിൽ ഈ സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരണം. വിത്ത് പെർമിഷൻ വേണമെങ്കിൽ 8 മണി വരെ പോവാം. 8:30 നിങ്ങൾ ഇവിടെ ഈ ഗേൾസിന്റെ അല്ലെ വനിതകളുടെ പിന്നെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനത്തെ ഒന്നുമില്ല. പകൽ സമയം മാത്രം വന്ന് അവർക്ക് സംസാരിച്ചു പോകാം. അല്ലാതെ രാത്രിയിൽ ഇവിടെ ഇപ്പൊ താമസക്കാരിൽ ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ടോ? എല്ലാരും ജോലിക്ക് പോയി അറിയാം. ഇവിടെ ആരണ്ട? ആളെ വിളിക്കാൻ പറ്റുമോ? Hello. How are you? I'm good. And you? I am Mustafa. We came from a channel to introduce this hostel. Okay. Your good name? Tanya. Tanya from Delhi. Delhi? Yes. From Delhi you got an appointment here and connected with? With the electricity department. I think maybe a project. Yes. Then you are staying here. Yes. What is your experience about this hostel and madam? I have experience is very good. Ma'am is very polite and pretty. So I am not facing any issue here. Very good. If you want, anyone want here, he is feeling very good and friendly family environment received. So you are happy? Yes, I am very happy. You will tell to your friends also. Sometimes they are coming here. If in future I will come here, so I will stay only here. Very good. Thank you so much for your comments. Okay, thank you. ഇതിൽ നിന്ന് ഇവിടെ താമസിക്കാനെത്തിയ താനിയ നല്ലൊരു അപ്രീസിയേഷൻ നൽകുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. ഇവിടെ മറ്റ് സ്റ്റാഫുകൾ ആരൊക്കെ? ആസ് എ വുമൺസ് ഹോസ്റ്റൽ ഏതൊക്കെ സ്റ്റാഫുകൾ നിങ്ങൾക്കുള്ളത്? രാവിലെ 6:30 മുതൽ രാത്രി 8 മണി വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. എല്ലാ സൗകര്യങ്ങളും നോക്കി കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട്. അതോടൊപ്പം രാവിലെ ഇവിടെ ഓഫീസിൽ സവ്യ ധനീഷ്. സവ്യ ഉണ്ട് ഇവിടെ? സവ്യ പ്ലീസ്. ജസ്റ്റ് സവ്യാണല്ലേ? ഓക്കെ. പിന്നെ ഇവരാണ് ഓഫീസ് വർക്ക് ചെയ്യുന്നത്. പിന്നെ രാത്രി വാർഡനുണ്ട്, ലേഡി വാർഡനുണ്ട്. അവര് 7 രാവിലെ വരെ ഉണ്ടാവും. രാവിലെ 8 മണി. അതെ, നിങ്ങൾ വരുന്നവരുണ്ടാവും. വന്നു കഴിഞ്ഞതിന് ശേഷം അപ്പൊ നിങ്ങളെ പാചക തൊഴിലാളികളൊക്കെ എപ്പോ വരും? അവിടെ താമസിക്കാം? അവര് ഒരാള് 6 മണിയാകുമ്പോൾ വരും, ഇവിടെ എത്തും. അവര് പാചകം, അവര് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, ഉച്ചക്കുള്ള ഭക്ഷണം കൊടുക്കണ്ടേ? അവര് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഉച്ചക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും കൂടി വളരെ ഹോംലി ആയിട്ട് തയ്യാറാക്കി കൊടുക്കും. അതപ്പോ താനിയെല്ലാം പറഞ്ഞിട്ട് അർത്ഥം വലിയൊരു കവറേജ് കിട്ടുന്ന. ടീച്ചർക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കുറെ തലമുറകളെ പിന്നെ പരിപാലിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട് ടീച്ചർക്ക്. കിച്ചണിൽ എത്ര സ്റ്റാഫ് ഉണ്ട്? അല്ല, ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ടോ? ശരി, ഒന്ന് പരിചയപ്പെടാം. മിനിഷ ഇവിടെ എവിടെയാ? അടുത്തന്നെ. അപ്പൊ രാവിലെ വരും. രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും. എങ്ങനെ പിന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ വരുന്ന അന്തേവാസികളൊക്കെ നല്ല അല്ലേ? അപ്പൊ ഡൽഹിക്കാരോടൊക്കെ എങ്ങനെ ഹിന്ദി എല്ലാം പറയാ? അതങ്ങ് പഠിക്കില്ലെന്നല്ലേ? സന്തോഷം. നമ്മള് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. പുരുഷോത്തമ സാർ, നമ്മളിപ്പോ നിങ്ങളെ എല്ലാവിധ സൗകര്യങ്ങളും നോക്കി കണ്ടു, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. നല്ലൊരു സംരംഭമാണ് നിങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു സ്ഥാപനം എവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങള് ആവശ്യമുള്ളവർ അറിയണല്ലോ. അപ്പൊ സാറോ നിലക്ക് ഈ സ്ഥാപനം തുടങ്ങുമ്പോ ഈ ഇങ്ങോട്ട് കുട്ടികളെ കൊണ്ടുവരാൻ, പ്രധാനമായിട്ട് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്തെല്ല ചെയ്തിട്ടുള്ളത്? നമ്മള് സ്റ്റുഡൻസിന്റെ ഇതനുസരിച്ചിട്ടാണെങ്കിൽ നമ്മള് എല്ലാ ഗവൺമെന്റ് അല്ല, എല്ലാ കോളേജുകളിലും
അതിന്റെ അതോറിറ്റീസിനെ പോയി കാണുകയും സംസാരിക്കുകയും. കോളേജുകൾ ഏതൊക്കെ സ്ഥാപനം? ആയുർവേദ മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, കോപ്പറേറ്റീവ് കോളേജ്, BEd കോളേജുകൾ, പിന്നെ തലശ്ശേരിയിലാണെങ്കിലും മറ്റുള്ള ഹോസ്പിറ്റലുകൾ, എല്ലായിടത്തും നമ്മൾ പോയി നമ്മുടെ കാർഡ് കൊടുക്കുകയും നമ്മൾ സംസാരിക്കും. അവരൊക്കെ വന്ന് കാണുകയും അവര് തന്നെ വളരെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് വന്നവരെല്ലാരും ഇവിടെ പോയിരിക്കുന്നത്. ഇപ്പൊ താമസിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ് തന്നെ നല്ല ഒരു അഭിപ്രായം ബെസ്റ്റ് ഇൻ മാഹി എന്നുള്ളതാണ്. ഈ ഒരു ഹോസ്റ്റലിൽ ബെസ്റ്റ് ഇൻ മാഹി എന്നുള്ളൊരു ലേബല് തന്നെ അവര് നമുക്ക് തന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങളെ ഈ സ്ഥാപനത്തിന് ഞാൻ കാണുന്ന ഒരു പ്രശ്നം മാഹി ടൗണിലല്ല എന്നുള്ള. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്തെല്ലോ കൺവെൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ പറഞ്ഞു. എന്തൊക്കെയാണ് യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്? യാത്രാ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ 2 ബസ് സ്റ്റോപ്പിന്റെ സെന്ററിലാണ് ഈ സ്ഥാപനം ഉള്ളത്. ഇവിടെ അടുത്തുള്ള 100 മീറ്റർ ഡിസ്റ്റൻസിൽ പന്തക്കൽ ബസ് സ്റ്റോപ്പും 150 മീറ്ററിൽ മൂലക്കട ബസ് സ്റ്റോപ്പിലുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് വെഹിക്കിൾ സർവീസ് ഉണ്ട്. പിന്നെ അല്ലാതെ എപ്പോ വിളിച്ചാലും വരാവുന്ന ഓട്ടോറിക്ഷകൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഒരിക്കലും ഒരു യാത്ര അസൗകര്യമായിട്ട് തോന്നേണ്ട ഒരു കാര്യമില്ല. വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. അല്ല, നിങ്ങളിപ്പോ ഈ പറഞ്ഞത് പിന്നെ സ്റ്റുഡൻസ്, ഇപ്പൊ ഗവൺമെന്റ് ഈ എംപ്ലോയീസ് ആയിട്ട് വരുന്ന വനിതകൾക്ക് നിങ്ങളുടെ ഫെസിലിറ്റി കൊടുക്കൂല? അല്ല, അപ്പൊ അവരിലേക്കല്ല ഇത് എങ്ങനെ എത്തുന്നത്? ഇങ്ങനെ സ്ഥാപനം ഉണ്ടെന്ന് എത്തണ്ടേ? നമ്മള് പലയിടത്തും നമ്മൾ പോയി എംപ്ലോയീസിനെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. അവര് വന്ന് കുറച്ചു പേര് താമസിച്ചു. കാര്യം നമ്മൾ ഇത് നവംബറിലാണ് ഇത് ഓപ്പൺ ചെയ്തത്, 4 months. അപ്പൊ പിന്നെ 4-5 മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്കത് സാവകാശം ഇത് ഡെവലപ്പ് ചെയ്യാം. എല്ലാവരും അറിഞ്ഞ് ഇത് ഇങ്ങോട്ട് കുട്ടികൾ വരും, എംപ്ലോയീസും വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ പിന്നെ വിശ്വാസത്തോടെയാണ് ഈ ദമ്പതികൾ പുരുഷോത്തമൻ സാറും ഉഷ ടീച്ചറും ചേർന്ന് വളരെ വേറിട്ട ഒരു അന്തരീക്ഷത്തിൽ വളരെ വൃത്തിയും ഭംഗിയുമുള്ള ഒരു ചുറ്റുപാടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ സ്ഥാപനത്തിന്റെ ഗുണങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിലേക്ക് വരാവുന്നതാണ്. പിന്നെ പറ്റുന്നത്ര ആളുകളിലേക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയിക്കുവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് എന്ന് പറയുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ താങ്ക് യു, ഗുഡ് ബൈ.